ഒരു കിളിയുടെ സൗണ്ട് അല്ലേ ആ കേൾക്കുന്നത്? ദേ നോക്ക്, ഒരു പാവം കിളി താഴെ വീണ് കിടക്കുന്നു. നോക്കൂ അലക്സ്, ഇതിന്റെ കാലിന് എന്തോ പറ്റിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഉന്നം? ആ കിളി വീണത് കണ്ടില്ലേ? നീയാണല്ലേ കിളിയെ എറിഞ്ഞു വീഴ്ത്തിയത്? അതെ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഉവ്വ്, നിന്റെ അമ്മയോട് പറഞ്ഞ് ഇതിനുള്ള സമ്മാനം വാങ്ങി തരുന്നുണ്ട്. അമ്മയോട് എന്തിനാ പറയുന്നേ? പിന്നെ മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കുന്നത് നോക്കി നിൽക്കണോ? അവർക്കും നമ്മളെ പോലെ വേദനയും വികാരങ്ങളും ഉണ്ട് ടോമി. അതൊന്നും അവനോട് പറഞ്ഞാൽ അവന്റെ തലയിൽ കേറില്ല അലക്സ്. നീ വന്നേ, അവന് വേണ്ട വിധത്തിൽ വേണ്ട രീതിയിൽ അമ്മ പറഞ്ഞു കൊടുക്കും. നമുക്ക് അമ്മയോട് പറഞ്ഞു കൊടുക്കാം. വാ. അയ്യോ, അമ്മയോട് പറയല്ലേ. ഞാൻ മാങ്ങയ്ക്ക് എറിഞ്ഞപ്പോ അറിയാതെ കൊണ്ടതാ. അല്ലാതെ എന്റെ ഏറൊക്കെ കൃത്യം കൊള്ളുമോ? നിങ്ങൾക്ക് അറിയുന്നതല്ലേ. നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അയ്യോ, അമ്മയോട് പറയല്ലേ. ഞാൻ മാങ്ങയ്ക്ക് എറിഞ്ഞപ്പോ അറിയാതെ കൊണ്ടതാ. അല്ലാതെ. അമ്മേ, ഇത് കണ്ടോ? ടോമി ഈ കിളിയെ അവന്റെ ചവണ വെച്ചെറിഞ്ഞ് ഇതിന്റെ കാല് മുറിഞ്ഞു. എന്ത് പണിയാ നീ കാണിച്ചത് ടോമി? അച്ഛൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എവിടെ നോക്കട്ടെ. പാവം, അതിന് നല്ലോണം വേദന എടുക്കുന്നുണ്ട്. കരയുന്നത് കണ്ടില്ലേ? നീ എന്തിനാ ഇതിനെ ഉപദ്രവിക്കാൻ പോയത്? മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കാൻ പാടില്ലെന്നറിയില്ലേ? അത് പിന്നെ ആ കിളി എപ്പോഴും എന്റെ കയ്യിലെ ഫുഡ് തട്ടിപ്പറിച്ചു കൊണ്ടുപോകും. ഇന്ന് രാവിലെയും തട്ടിപ്പറിച്ചു. അതാ ഞാൻ ചവണ വെച്ചെറിഞ്ഞത്. നമുക്ക് അതിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം. ആദ്യം നമുക്ക് ഈ കിളിയെ ശുശ്രൂഷിക്കാം. നീ ഇവർ ചെയ്തത് കണ്ടില്ലേ? വീണ് കിടന്ന പാവം കിളിയെ എടുത്തുകൊണ്ടുവന്ന് അതിന് വേണ്ട ചികിത്സ ചെയ്തു കൊടുത്തു. എത്രമാത്രം വേദന നീ കാരണം ആ പാവം കിളി സഹിച്ചിട്ടുണ്ടാവും. സോറി അമ്മേ, ഇനി ഞാൻ ഒരു കിളിയെയും ഉപദ്രവിക്കില്ല. എന്നാൽ ടോമി തന്നെ ഈ കിളിയെ ആ മരത്തിനടുത്ത് കൊണ്ടാക്കിയേ. തീർച്ചയായും ആന്റി, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഈ കിളിയെ ആ മരത്തിൽ കൊണ്ടുവെക്കാം. ഗുഡ് മോർണിംഗ് ജോമി. എഴുന്നേറ്റേ, ദേ നേരം വൈകിട്ടോ. സ്കൂളിൽ പോകണ്ടേ? 5 മിനിറ്റിനുള്ളിൽ അമ്മ ഭക്ഷണമെല്ലാം റെഡിയാക്കി വെക്കാം. അപ്പോഴേക്കും വേഗം കുളിച്ച് റെഡി ആവണേ. ഇനി ഞാൻ വിളിക്കാൻ വടിയമായിട്ടായിരിക്കും വരിക. എന്താ? എന്തു പറ്റി? എന്താ നിന്റെ മുഖത്ത് രാവിലെ തന്നെ ഒരു വാട്ടം? നിങ്ങളുടെ മകളുടെ കാര്യം തന്നെ. ഇത്രയും വളർന്നിട്ടും സമയത്തിന്റെ വില ഇപ്പോഴും മനസ്സിലായിട്ടില്ല അവൾക്ക്. നോക്കിക്കേ, ഇത്ര നേരമായിട്ടും അവൾ എഴുന്നേറ്റിട്ടില്ല. അവളുടെ മടി മാറ്റാൻ ഒരു വഴിയുണ്ട്. എന്നാണ് അവളുടെ സ്കൂൾ ട്രിപ്പ്? അത് നാളെയാണ്. ഓക്കെ, നീ ഒരു കാര്യം ചെയ്യണം. എന്ത് കാര്യം? നാളെ ഈ വീട്ടിലെ എല്ലാ ക്ലോക്കും 30 മിനിറ്റ് നേരത്തെ ആക്കി വെക്കുക. എന്നിട്ട് മനഃപൂർവ്വം സമയം വൈകിപ്പിച്ച പോലെ അഭിനയിക്കുക. ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. ശരി. അമ്മേ, നാളെ നേരത്തെ വിളിക്കണേ. സ്കൂളിൽ നിന്നും ട്രിപ്പ് പോകുന്ന ദിവസമാണ്. 7:30 ബസ് എടുക്കും. അതിനു മുന്നേ സ്കൂളിലെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മോള് കിടന്നോ, അമ്മ വിളിക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അമ്മേ.
ജോമി മോളെ, ജോമി മോളെ വേഗം എഴുന്നേൽക്ക്. അമ്മ ഉറങ്ങിപ്പോയടാ. 7:30 ആയി പോയി. ബസ് പോയോ ആവോ? എന്ത് പണിയാ അമ്മേ കാണിച്ചത്? ഞാൻ ഇന്നലെ കിടക്കുന്നതിന് മുമ്പേ പറഞ്ഞതല്ലേ എന്നെ നേരത്തെ വിളിക്കണമെന്ന്. വേഗം വാ, എന്നെ ഒന്ന് സ്കൂളിൽ ഡ്രോപ്പ് ചെയ്ത് തരുമോ? ഓക്കെ, വേഗം റെഡിയാവൂ. സോറി മോളെ, ഞാൻ കാരണം നിന്നെ കൂട്ടാതെ സ്കൂൾ ബസ് പോയെന്ന് തോന്നുന്നു. ഇതിനെല്ലാം കാരണം നമ്മൾ നേരത്തെ എത്താത്തതാണ്. ഞാനും ശ്രദ്ധിക്കണമായിരുന്നു. എനിക്ക് നേരത്തെ പോണമെന്ന് ഞാൻ ചിന്തിക്കേണ്ടിയിരുന്നു. ഒന്നും ഞാൻ ചെയ്തില്ല. കരയല്ല മോളെ. ഹായ്, അതാ എന്റെ സ്കൂൾ ബസ് വരുന്നു. ഹായ്, യേ. മമ്മി, ഞാനൊരു കാര്യം പഠിച്ചു. ഇനി എന്തും കൃത്യസമയത്തിന് ചെയ്യണം. സമയത്തിന്റെ വില ഞാൻ മനസ്സിലാക്കി. ഗുഡ് ഗേൾ. നമുക്ക് സമയത്തെ പെട്ടിയിലോ ബാങ്കിലോ കൂട്ടിവെക്കാൻ സാധിക്കില്ല. ചാക്കിലോ കടലാസിലോ പൊതിഞ്ഞു വെക്കാനും പറ്റില്ല. സമയം എല്ലാവർക്കും തുല്യ അളവിലാണുള്ളത്. ചിന്തിക്കുക, വരാനുള്ളതിനെ ഒന്നിച്ച് വാരിക്കൂട്ടി എടുക്കാനാവില്ല. കിട്ടുന്നതിനെ ഉപയോഗിക്കാനും തിരസ്കരിക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. സമയം നമ്മെ നിർബന്ധിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നില്ല. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുകയില്ല. സൂക്ഷിക്കുക. സോറി മമ്മി, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ടോമി, എന്താ ഇത് എല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നേ? കളിച്ചു കഴിഞ്ഞാൽ എല്ലാം നല്ലോണം എടുത്തു വെക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ടോമി, എന്താ മമ്മി? നിന്നോടാണ് ഞാൻ സംസാരിക്കുന്നത്. കളി കഴിഞ്ഞാൽ കളിപ്പാട്ടങ്ങളെല്ലാം എടുത്തു വെക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യാത്തെ? കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. ഓ, ഇങ്ങനെ ഒരു ചെക്കൻ. ജോണോ, എന്താ ജോണേ രാവിലെ തന്നെ? ആന്റി, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. നിങ്ങളുടെ മകൻ ടോമി പ്ലാസ്റ്റിക് കുപ്പി വേസ്റ്റുകൾ ഞങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. CCTVയിൽ കണ്ടതുകൊണ്ടാണ് നേരിട്ട് പറയാമെന്ന് വിചാരിച്ചത്. സോറി ജോൺ, ഇനി അങ്ങനെ ഉണ്ടാവാതെ നോക്കാം. മതി ഗെയിം കളിച്ചത്. നീ വന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചു തുടങ്ങിയല്ലേ? അച്ഛൻ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുട്ടികളെ, ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരു കവിത എഴുതാൻ പഠിക്കാം. നിങ്ങൾ മനസ്സിൽ തോന്നുന്നത് എന്ത് കുത്തിക്കുറിക്കൂ. ടീച്ചർ അത് നോക്കി തെറ്റ് തിരുത്തി തരാം. നല്ല കവിതയ്ക്ക് അടിപൊളി സമ്മാനവുമുണ്ട്. ടോമി, എന്താണ് ഈ ചെയ്യുന്നത്? ക്ലാസ്സിൽ ഇങ്ങനെ പേപ്പർ നിലത്തിടാമോ? അത് കൊണ്ടുപോയി വേസ്റ്റ് ബിന്നിലിടൂ. സോറി മിസ്. അച്ഛനും അമ്മയും ഇത് എന്തെടുക്കുകയാ? അതോ, അത് വേസ്റ്റ് കുഴി ഉണ്ടാക്കുകയാണ്. നമ്മുടെ വേസ്റ്റ് ഇനി മുതൽ ഇതിലേക്കാണ് ഇടേണ്ടത്. അതെന്തിനാ കുഴിയിലിടുന്നത്? ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മാലിന്യ സംസ്കരണം. റോഡരികിൽ നിൽക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളെ ടോമി കണ്ടിട്ടില്ലേ? അത് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ടോമിക്ക് അറിയാമോ? ഇല്ല. നമ്മൾ എല്ലാവരും നമ്മുടെ ഏരിയ വൃത്തിയാക്കും. അതായത് വേസ്റ്റ് കൊണ്ടുപോയി റോഡിൽ കളയും. അതുപോലെ എല്ലാവരും അങ്ങനെ ചെയ്ത് കുന്നുകൂടുന്നതാണ്. അതില്ലാതാക്കാൻ നമുക്ക് ഓരോ വീടുകളിൽ ഇതുപോലെ ചെയ്താൽ മതി. സ്ഥലമില്ലാത്തവർ വേസ്റ്റ് എടുക്കാൻ വരുന്നവർക്ക് കൃത്യമായി അവരവരുടെ വേസ്റ്റുകൾ പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊരു നല്ല ആശയമാണ്. ഞാനും കൂടിക്കോട്ടെ സഹായിക്കാൻ. അതിനെന്താ? ഇനി ഞാൻ വേസ്റ്റ് വലിച്ചെറിയില്ല. വേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊരു വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയി ഇടും. ഇതെന്റെ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കും. ഗുഡ് ബോയ്.